നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. മഴയുടെ കെടുതികളൊക്കെ അനുഭവിക്കുന്ന പ്രേക്ഷകരുണ്ടാകും. എങ്കിലും ഇവിടെയൊക്കെ മഴ മാറി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തൊക്കെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് പൊതുവെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം ആശംസിക്കുകയാണ്. ഇന്ന് വാർത്തകളുടെ ഒരു കുത്തൊഴുക്കുണ്ടായിരുന്ന ഒരു ദിവസം തന്നെയാണ്. രാഷ്ട്രപതിയുടെ വരവ്, ശബരിമല ദർശനം ഉൾപ്പെടെയുള്ള വാർത്തകളുമൊക്കെയുണ്ട്. എല്ലാം വിശദമായി നമുക്ക് നോക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരം നടന്നു വരികയായിരുന്നു. ഏതാണ്ട് 8 മാസമായി അവർ സമരത്തിലായിരുന്നു. ആ സമരം ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ സമരത്തിൽ സംഘർഷങ്ങളുണ്ടായി. ആ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരക്കാരുടെ മൈക്കും സ്പീക്കറും പോലീസ് പിടിച്ചെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രം കൊട്ടിയായിരുന്നു ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് ഈ ആശാ വർക്കർമാർ സമരം നടത്തിയത്. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് അത് തടഞ്ഞു. ഈ സമരക്കാർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. അതിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. തുടർന്നാണ് ഈ ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നത്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. സർക്കാരിൽ നിന്ന് ഇതുവരെ അനുകൂല നിലപാടുണ്ടാകാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശാ വർക്കർമാർ സമരം നടത്തിയിരിക്കുന്നത്. സഹന സമരം അങ്ങനെ 8 മാസത്തോളം എത്തുന്ന ഒരു ഘട്ടത്തിലാണ്. അത് ഈ രീതിയിൽ വിപുലീകരിക്കുന്ന ഒരു ശ്രമം കൂടി ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ഇപ്പോൾ സാരംഗ് സുധാകരൻ അവിടെ നിന്ന് ചേരുകയാണ്. സാരംഗ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഏറെ നേരമായി അവിടെ പോലീസുമായി ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു. ജലപീരങ്കി പലതവണ പ്രയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതി ശാന്തമാണോ? രേണുക, ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ്. കാരണം നേരത്തെ കുറച്ചു സമയം മുൻപ് വരെ വലിയ തോതിലുള്ള ഒരു സംഘർഷം ഈ ഒരു പോലീസുകാരുമായി ഈ ആശമാർ നടത്തിയിരുന്നു. അതായത് തുടക്കത്തിൽ ഈ ഒരു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ആശമാരെ പിന്നീട് ജലപീരങ്കി ഉപയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചു. അതിനുശേഷം ഇവരുടെ മൈക്ക് സെറ്റും മറ്റും കെട്ടിയിരുന്നു. അതായത് ഒരു വാഹനത്തിൽ കൊണ്ടുവന്ന് ജനറേറ്റർ ഫിറ്റ് ചെയ്ത് അതിന് മുകളിൽ മൈക്ക് സ്പീക്കറും മറ്റു കാര്യങ്ങളും വെച്ചായിരുന്നു ഒരു മുദ്രാവാക്യം വിളിച്ചതും മറ്റും നടത്തിയത്. അത് ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഉണ്ടായി. ആദ്യം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങൾ പോലീസുകാർ ഇവിടെ നിന്നും ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അത് തടയാൻ വേണ്ടിയുള്ള ശ്രമം ആശമാരുടെ ഭാഗത്തു നിന്നും 1 മണിക്കൂറോളം ഉണ്ടായി. അതായത് മുൻപിലും പിൻപിലുമായി ഇവർ ആശമാർ നിരന്നു നിന്ന്, അതായത് റോഡിൽ കിടന്നുകൊണ്ടായിരുന്നു ഈ വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിച്ചത്. മാത്രമല്ല, ഈ ഒരു സമരം വളരെ ജനകീയമായ ഒരു സമരമാണ്. ഇതിൽ ഒരു ചർച്ചയാണ് മുഖ്യമന്ത്രിയുമായി നമുക്ക് ആവശ്യമുണ്ട്. ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയല്ല ഇവർ എത്തിയിരിക്കുന്നതെന്നായിരുന്നു ആശമാർ നമ്മോട്, അതായത് പോലീസുകാരോടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ അത് വകവയ്ക്കാതെ പോലീസ് പിന്നീട് ആ വാഹനം ഇവിടെ നിന്ന് മാറ്റുമായിരുന്നു. അതിനൊപ്പം തന്നെ ഈ ഒരു കൊണ്ടുവന്ന വാഹനത്തിന് മുകളിലുണ്ടായിരുന്ന സ്പീക്കറും ഒപ്പം മറ്റെല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും പോലീസ് അഴിച്ചു മാറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം 30ഓളം നേതാക്കന്മാർ, അതായത് മിനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷവും ആശമാർ ഇവിടെ തുടർന്ന് പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും പിരിഞ്ഞു പോകില്ല എന്നാണ് അവർ അറിയിക്കുന്നത്. അതായത് നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി ഈ ഒരു കാര്യം, അതായത് പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. ഈ ഒരു ആവശ്യം അംഗീകരിച്ചു വരുന്നവർ, അതായത് മുഖ്യമന്ത്രിയുമായിട്ട് ഈ ഒരു ഡെലിഗേഷൻ ആയിരുന്നു ആശമാർ ആവശ്യപ്പെട്ടത്. അതായത് മുഖ്യമന്ത്രി തങ്ങളുടെ ആവശ്യം കേൾക്കണം, ഈ ഒരു കാര്യത്തിൽ ന്യായമായ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നൊരു ആവശ്യമാണ് ആശമാർ മുന്നോട്ട് വെച്ചത്. അതായത് 200 ദിവസത്തിലധികം 8 മാസത്തോളമായി ഈ ഒരു സമരം ആരംഭിച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവർ ഭക്ഷണം കഴിച്ചിരുന്ന പാത്രങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിച്ച പാത്രം കൂട്ടിയുള്ള ഒരു സമരമായിരുന്നു. അത്തരത്തിലൊരു സമരത്തിന് നേരെ തുടക്കത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ളൊരു അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ചില ആശമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസുകാർക്ക്, അതായത് വനിതാ പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആശമാർ ഇവിടെ സംഘടിച്ച് നിൽക്കുകയാണ്. ക്ലിഫ് ഹൗസിന് മുൻപിൽ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആശമാർ ഇവിടെ തന്നെ തുടരുകയാണ്. ഇവിടെ നിന്നും മാറിപ്പോകാൻ തയ്യാറല്ല. ഇതിലൊരു ന്യായമായൊരു തീരുമാനമാവുന്നതുവരെ ഇവിടെ തന്നെ തുടരുമെന്നാണ് അവർ അറിയിക്കുന്നത്. രേണുക, സാരംഗ്, ഇതിപ്പോൾ ഏതാണ്ട് 8 മാസത്തോളമായി അവർ സമരത്തിലാണ്. സർക്കാർ ആ സമരക്കാരുടെ ആവശ്യത്തെ പരിഗണിക്കുന്നില്ല എന്നതാണ് ഈ രീതിയിൽ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സമരം മാറ്റാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ അവരുടെ നിലപാടാണ് എന്താണ്? എന്തുകൊണ്ടാണ് അവർ പിരിഞ്ഞു പോകാത്തത്? സംഘർഷ സാഹചര്യങ്ങൾ ഇപ്പോൾ സ്ഥലത്തുണ്ടോ? എന്താവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്? ഇനി സമരമുഖം ക്ലിഫ് ഹൗസിലേക്ക് മാറ്റുക എന്നതാണോ ഇതോടുകൂടി ആശാ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്?
അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ആശമാർ കടന്നിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് മാറില്ല. അതായത് ഈ ഒരു അറസ്റ്റ് ചെയ്ത് നീക്കിയവരെ അടക്കം പോലീസ് വിട്ടയക്കണം എന്ന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശമാർ ഇവിടെ തുടരുന്നത്. നിലവിൽ സംഘർഷാവസ്ഥ ഇവിടെയില്ല. പക്ഷേ ആശമാർ അറസ്റ്റ് ചെയ്ത് അല്ലാതെയുള്ള ആശമാരെല്ലാവരും ഇവിടെ തന്നെ തുടരുന്നു. മറ്റ് നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഒപ്പം തന്നെ പറയാനുള്ളത് ഈ ഒരു ആവശ്യം, അതായത് ഈ ഒരു 8 മാസമായി തുടരുന്ന സമരത്തിന് നേരെ സർക്കാർ മുഖം തിരിക്കുന്നതാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പ്രധാനമായി കാരണമായി പറയുന്നത്. കാരണം ഇതിലൊരു ന്യായമായ ആവശ്യമാണ്, ജനകീയമായ ആവശ്യമാണ്. ആ ആവശ്യത്തിന് നേരെ പോലീസ് അടക്കം ഇത്തരത്തിലൊരു ഗുണ്ടകളെ പോലെ പെരുമാറുന്നു. അതായത് ബലമായി ഇവിടെ നിന്നും മാറ്റാനുള്ളൊരു ശ്രമം. ഒപ്പം തന്നെ ഈ ഒരു പോലീസ് ഉപദ്രവിച്ചു എന്നുള്ള തരത്തിൽ, അതായത് ഈ ഒരു റോഡിൽ കിടന്നുകൊണ്ടുള്ള സമയത്ത്, അതായത് ഈ വാഹനം കടത്തിവിടാൻ സമ്മതിക്കാത്ത സമയത്ത് ഈ ഒരു വനിതാ പോലീസുകാർ ഉൾപ്പെടെ ഈ ആശമാരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അതിൽ പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലൊപ്പം തന്നെ വനിതാ പോലീസുകാർക്കടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലെല്ലാം അതായത് ഈ പോലീസ് അതിക്രമം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആശമാർ ഇവിടെ തന്നെ തുടരുന്നത്. മാത്രമല്ല ഈ ഒരു ആവശ്യം, അതായത് 8 മാസമായി ഇവിടെ തുടരുന്ന സെക്രട്ടേറിയറ്റ് മുൻവശത്ത് തുടരുന്ന സമരം, അതിൽ പല രീതിയിലുള്ള സമര മുഖങ്ങൾ അവർ മുന്നോട്ടെടുത്തിരുന്നു. അത് കേരളം ഒട്ടാകെ കണ്ടതുമാണ്. ഈ ഒരു ആവശ്യങ്ങളെല്ലാം ന്യായമായ ആവശ്യങ്ങളാണ്. ഈ ഇത്തരത്തിലുള്ള ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കുക, തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മുഖം തിരിക്കാതിരിക്കുക, ഇതിൽ കൃത്യമായൊരു ചർച്ച, അതായത് ഈ മുഖ്യമന്ത്രി ഈ ഒരു മുന്നോട്ട് വെച്ചിട്ടുള്ള, അതായത് മുഖ്യമന്ത്രിയെ ചേർന്നുള്ള ഒരു ചർച്ചയിൽ ഇത് ന്യായമായ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെത്തണം. അത്തരത്തിലുള്ള ആവശ്യങ്ങളായിരുന്നു തുടക്കം തൊട്ട് തന്നെ. അതായത് സെക്രട്ടേറിയറ്റ് മുൻപിൽ നിന്ന് തന്നെയുള്ള ആവശ്യങ്ങൾ ഇത് തന്നെയായിരുന്നു. പിന്നീടാണ് ക്ലിഫ് ഹൌസിന് മുൻപിലേക്ക്, അതായത് ഈ ഒരു സമരം ക്ലിഫ് ഹൌസിന് മുൻപിലെത്തി, അതായത് അധികാരത്തിന് അതായത് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തെത്തിയ ഒരു സമരമുഖം, അതായത് തങ്ങളെ കേൾക്കണം എന്നുള്ള തരത്തിലേക്ക് ഈ ഒരു സമരത്തിന്റെ ഭാവം മാറിയത്. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ജലബീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു മൈക്ക് സെറ്റ് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള പോലീസിന്റെ നടപടി ഉണ്ടായത്. അത് വളരെ പ്രക്ഷോഭകാരികളെ ചൊടിപ്പിച്ചു. കാരണം ഇത് കുറെ കാലമായി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല വളരെ വിലയേറിയ ഒരു ഉപകരണങ്ങളാണ് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളത്. അതിനി വിട്ടുകിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ നിയമ തടസ്സങ്ങൾ മറ്റുമുള്ളതാണ്. കാരണം പോലീസ് ഇവിടെ നിന്നും സീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളതാണ്. മാത്രമല്ല പ്രമുഖ നേതാക്കന്മാരെ, മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരെയും ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലെല്ലാം പ്രതികരിച്ചു. അതായത് ഇത് അന്യായമായിട്ടുള്ള ഒരു പോലീസ് നടപടിയാണ്, ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളത് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ആശമാർ ഇവിടെ തുടരുന്നത്. നിലവിൽ ഇവിടെ സംഘർഷാവസ്ഥയില്ല. പക്ഷേ പോലീസും ആശമാരും ഇവിടെ തന്നെ തുടരുകയാണ്. ഇവിടെ നിന്നും ഇതിലൊരു പരിഹാരമാവാതെ പിരിഞ്ഞു പോകില്ല എന്നാണ് ആശമാർ നമ്മോട് പറയുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും അവിടെ തന്നെ ഇപ്പോഴും ആശാ പ്രവർത്തകർ തുടരുകയാണ്. പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അറസ്റ്റ് ചെയ്തവരെ ഉൾപ്പെടെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഭക്ഷണപാത്രം കൊട്ടിക്കൊണ്ടാണ് ഇവർ ഈ സമരം ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കും വരെ പിന്നോട്ടില്ല എന്നതാണ് അവരുടെ ഉറച്ച നിലപാട്. നമ്മൾ ഇനി ഫോക്കസ് വാർത്തകളിലേക്ക് പോവുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ ഊരാക്കുടുക്കിലായിരിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കൈ കഴുകാനാകില്ല എന്ന് ഇന്നലെ ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരുന്നു. അത് കാര്യകാരണസഹിതം അക്കമിട്ട് നിരത്തുന്ന ഇടക്കാല ഉത്തരവാണ് ഇന്നലെ പുറത്തു വന്നത്. ഇത് ഇതുവരെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ന്യായീകരണങ്ങൾക്കൊക്കെ വിരുദ്ധമാണ്. ദേവസ്വം ബോർഡും പറഞ്ഞുകൊണ്ടിരുന്ന ന്യായീകരണങ്ങൾക്ക് വിരുദ്ധമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒക്കെ ഈ കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്തം എന്താണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഓരോ സാഹചര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയുടെ ആ വിമർശനം ആ ഇടക്കാല ഉത്തരവിൽ വരുന്നത്. അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതൊക്കെ ശരിയായ വിധത്തിൽ നിർവഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. ഈ സാഹചര്യം പ്രതിപക്ഷ സംഘടനകൾ ഉപയോഗപ്പെടുത്തുന്നു. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ അത് വലിയ പ്രതിരോധത്തിൽ സർക്കാരിനെ ആക്കിയിരിക്കുകയാണ്. അതിനെതിരെ ഇപ്പോൾ ആ പരാമർശം നീക്കിക്കിട്ടാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമ നടപടികൾ ആലോചിക്കുന്ന കാര്യം കൂടി പുറത്തു വരുന്നു. കോടതിയോട് അക്കാര്യം ആവശ്യപ്പെടാനുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം എന്ന് വരുന്നത് ഇന്നലെ കോടതി ഇടക്കാല ഉത്തരവിൽ കൃത്യമായി അതിൽ എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചതോടുകൂടിയാണ്. 2024 ഒക്ടോബറിൽ 2 സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നും ഇത് കൈമാറണമെന്നും ഒരു ആവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പിന്നീട് ഇത് നടത്തിക്കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 2019 സ്വർണ്ണമോഷണം മറയ്ക്കാനുള്ള
കരുതിക്കൂട്ടിയുള്ള നടപടിയായിട്ട് വേണം ഇത് കണക്കാക്കാൻ എന്നതാണ് കോടതിയുടെ പരാമർശം. ഈ പരാമർശം ഇപ്പോഴത്തെ ബോർഡിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വാങ്ങാത്തത് ഇത് ഈ രീതിയിൽ കരുതിക്കൂട്ടി ഇത് മറയ്ക്കാനുള്ള ശ്രമമാണ് എന്നതാണ് കോടതിയുടെ ഒരു പരാമർശം. അത് വളരെ ഗൗരവതരമാണ്. സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം പൂശാനുള്ള സാങ്കേതികമായിട്ടുള്ള അറിവില്ല എന്നും പരമ്പരാഗത രീതിയിലായിരിക്കണം ഈ സ്വർണം പൂശലെന്നും ജൂലൈ 10 അഭിപ്രായപ്പെട്ട ദേവസ്വം കമ്മീഷണർ പിന്നീട് ഓഗസ്റ്റിൽ ആ നിലപാട് മാറ്റുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് പ്രകാരം സ്വർണം പൂശുന്ന പ്രവൃത്തി വേഗത്തിലാക്കണം എന്നതാണ് പിന്നീട് ഓഗസ്റ്റ് 21 ഈ ദേവസ്വം കമ്മീഷണർ പറഞ്ഞത്. സെപ്റ്റംബർ 3 ദ്വാരപാലക ശില്പങ്ങളും താങ്ങുപീഠങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള ബോർഡ് തീരുമാനവും വരുന്നു. ഇതിലും തിരിമറി അല്ലെങ്കിൽ ഇടപെടൽ സംശയിക്കുന്നു കോടതി. 2024 തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ മങ്ങിയത് ദേവസ്വം കമ്മീഷണറുടെയും ദേവസ്വം സ്മിത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ അറ്റകുറ്റപ്പണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് 2019 തട്ടിപ്പ് മറയ്ക്കാനാണെന്ന സംശയമാണ് ബലപ്പെടുന്നത് എന്നത് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ശ്രീകോവിലിന്റെ മേൽക്കൂരയും ദ്വാരപാലക ശില്പങ്ങളും വാതിലുകളും ഒക്കെ 1999 കാലയളവിൽ ഏതാണ്ട് 31 കിലോയോളം സ്വർണം ഉപയോഗിച്ച് പൂശിയതാണ്. എന്നിട്ടും ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുപാളി എന്ന പേരിൽ കൈമാറി തിരികെ എത്തിച്ചത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്നെയാണോ എന്നത് സംശയകരമാണ്. തിരികെ എത്തിച്ചപ്പോൾ തൂക്കി നോക്കാത്തതിലും മഹസറിൽ രേഖപ്പെടുത്താത്തതിലും ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് എന്നത് ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. അറ്റകുറ്റപ്പണി സന്നിധാനത്ത് തന്നെ നടത്തണമെന്ന് ദേവസ്വം മാനുവലിൽ പറയുന്നത് മറികടന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണി നടത്താൻ ഏൽപ്പിച്ചത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല എന്ന് കോടതി പറയുന്നു. ഇതുവരെ പറഞ്ഞതിനൊക്കെ വിരുദ്ധമാണ് ഈ കോടതി ചൂണ്ടിക്കാട്ടിയ ഇതുൾപ്പെടെയുള്ള അക്കമിട്ട് നിരത്തിയ ബോർഡിന്റെയും അതിനെ നിയന്ത്രിക്കുന്നവരുടെയും വീഴ്ചകൾ എന്നത് വരുമ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഇതുവരെ ദേവസ്വം ബോർഡിനെ യാതൊരു തരത്തിലും കോടതി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കൂട്ടിയോജിപ്പിച്ചിട്ടില്ല എന്നത് കാണണം എന്നതാണ്. ബോർഡിനെ വെള്ളപൂശുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ നിലപാടെങ്കിൽ കോടതി തന്നെ അത് തിരുത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ ന്യായീകരണം തന്നെയാണ് ദേവസ്വം മന്ത്രി VN വാസവൻ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി അത്തരമൊരു വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നത് ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാവുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ മുൻകാല ദേവസ്വം ബോർഡുകൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വമെന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ ഈ ഉത്തരവിൽ വരുമ്പോൾ അദ്ദേഹവും പ്രതിരോധത്തിലാവുകയാണ്. ആ രീതിയിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇന്നലത്തെ കോടതിയുടെ ഇടക്കാല ഉത്തരവും അതിൽ വന്നിട്ടുള്ള പരാമർശങ്ങളുമെല്ലാം. ഇത് പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള ആയുധമാക്കുന്നുണ്ട്. VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പിരിച്ചു വിടണം എന്നതാണ്. ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ ചവിട്ടിപ്പുറത്താക്കണം എന്ന ഒരു വാക്കുവരെ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത്. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത് അവർ പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കുന്നതിന് ഈ കോടതിയുടെ ഇടക്കാല ഉത്തരവ് ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്നു. അദ്ദേഹം പറയുന്നത് താൻ കോടതി ഈ ഉത്തരവിൽ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൊടുത്തുവിടണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് PS പ്രശാന്ത് ആവർത്തിക്കുന്നത്. അത്തരം ഒരു നിർദ്ദേശവും താൻ നൽകിയിട്ടില്ല. എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുള്ളത് എന്നത് PS പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. കമ്മീഷണർക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. സ്പോൺസറുമായി സംസാരിച്ച ശേഷം അത് പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തുകയായിരുന്നു എന്നതാണ് PS പ്രശാന്ത് പറയുന്നത്. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ ഒരു പരാമർശം എന്നത് ദൗർഭാഗ്യകരമാണ്. അത് നീക്കണം എന്ന കാര്യം കോടതിയോട് ആവശ്യപ്പെടും എന്നതാണ് PS പ്രശാന്ത് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്.
അപ്പൊ ഞാൻ പറഞ്ഞ് അയാളുടെ ഇടപെട്ടതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ കൊടുത്തുവിട്ടു എന്നാണ് ഒരു പരാമർശമായി വന്നിരിക്കുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. അത് ഈ കോടതി അതിലൊരു ചെറിയ തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിന്ന് കോടതിയെ സമീപിക്കും. അതായത് കൊടുത്തുവിട്ടു അദ്ദേഹത്തിന്റെ ഇടയിൽ കൊടുത്തുവിട്ടത് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചല്ലേ കൊടുത്തുവിട്ടിരിക്കുന്നത്. പിന്നെ അയാൾക്കുണ്ടായ ഒരു ആ തിരുവാഭരണ കമ്മീഷണർക്ക് ഉണ്ടായ ഒരു പിന്നെ ആ സ്ഥാപനവുമായി, അത് ഉണ്ണികൃഷ്ണൻ കോച്ചിയുടെ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ധാരണ ഉണ്ടായി. അത് അയാൾ പിന്നെ തിരുത്തുകയും ചെയ്തത്. ഞാൻ ഇടപെട്ടിട്ട് എന്ന് ആ കത്ത് ഒന്ന് വായിച്ചു നോക്കുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ സത്യസന്ധമായി നമ്മൾ മുന്നോട്ട് പോയ കാര്യങ്ങളാണ്. നിങ്ങൾ ആ ബോർഡിന്റെ ഉത്തരവ് 2024 മുതലുള്ള ഇപ്പൊ ഈ 25 ഏറ്റവും ഒടുവിൽ വരെ ഇറങ്ങിയ ബോർഡിന്റെ 4 ഉത്തരവുകളുണ്ട്. ഈ 4 ഉത്തരവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അദ്ദേഹത്തിന്റെ സഹായികളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥ ബന്ധത്തെയോ സഹായിക്കുന്ന ഒരു വലിയ ഒരു വാക്കോ അതിലുണ്ടോ എന്ന് പരിശോധിക്കും. അത് ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെട്ടു. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇതിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും ബാംഗ്ലൂരിലുള്ള കള്ളന്മാരുമായിട്ടോ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധവുമായോ ഞാൻ അല്ലെങ്കിൽ എന്റെ ഈ ബോർഡ് സഹായിച്ചതായ രേഖയോ തെളിവോ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ വിഷയത്തിൽ താൻ സേഫ് ആണ് എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ അങ്ങനെ മാധ്യമങ്ങളെ ധരിപ്പിച്ചിരുന്ന PS പ്രശാന്തിന് തന്നെ കോടതിയുടെ ഈ പരാമർശങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. സർക്കാർ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ ആലോചിച്ചിരുന്ന ഒരു ഘട്ടമാണ് എന്നത് കൂടി ആലോചിക്കണം. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതി പരാമർശത്തിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പരാമർശിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയെ ഇത് നീക്കണമെന്നാവശ്യപ്പെട്ട് സമീപിക്കാനിരിക്കുകയാണ് PS പ്രശാന്ത്. ഈ വിഷയത്തിൽ ഈ SITയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ SIT ശേഖരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർ ഈ അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള മൊഴി നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇയാളെ ഒരുപക്ഷെ സാക്ഷിയാക്കി മാറ്റാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലൊരു ഇടക്കാല റിപ്പോർട്ട് ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നു. BJP ഈ മാസം 24-നും 25 തീയതികളിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ BJP ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധ രംഗത്തില്ല എന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഒത്തുകളിയാണ് എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾക്കിടയാക്കിയിരുന്നു. പക്ഷേ സ്ത്രീ പ്രവേശന വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നിട്ടും അതിന്റെ ഗുണം കൊണ്ടുപോയത് കോൺഗ്രസ് ആണ് എന്നതാണ് BJPയെ പിന്നോട്ട് വലിച്ചിരുന്നത് എന്നതാണ് പാർട്ടിയുടെ ഉൾ ഘടകങ്ങളിൽ ഉള്ള ചർച്ചകളും അവരുടെ ന്യായീകരണവുമായി പുറത്തു വന്നത്. എന്തായാലും അതിൽ നിന്ന് മാറുന്നു BJP എന്ന് വേണം മനസ്സിലാക്കാൻ. 24-25 തീയതികളിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമര പരിപാടിക്ക് സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് BJP തയ്യാറെടുക്കുന്നു. 25 വരെ ഈ ഉപരോധം നീണ്ടുനിൽക്കും. NDA പ്രവർത്തകർ 280 കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് അറിയിച്ചു. അപ്പോൾ BJP സമരം കടുപ്പിക്കുകയാണ്. എന്തായാലും BJP സമരം കടുപ്പിക്കുന്നു. ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന ഒരാവശ്യം പ്രതിപക്ഷവും ഉന്നയിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇതുവരെ പറഞ്ഞു വന്നിരുന്ന ന്യായീകരണങ്ങൾ ഇനി സാധ്യമാകാത്തൊരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഉണ്ടാവുകയാണ്. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം സർക്കാരിൻ്റെയും രണ്ടാം സർക്കാരിൻ്റെയും കാലയളവിൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ശബരിമലയിൽ ഉണ്ടായിട്ടിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. ഇനി അതിൽ ഇതുവരെ പറഞ്ഞു വന്നിരിക്കുന്ന ന്യായീകരണങ്ങൾ ബാധകമാകില്ല. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സംശയ നിഴലിലാകുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇനി ആരൊക്കെ കുടുങ്ങുന്നു, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള അന്വേഷണം നടത്താനാണ് അതീവ രഹസ്യമായി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതി തയ്യാറെടുക്കുമ്പോൾ ഒരു പക്ഷേ അടുത്ത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ ഒരു നിർണായക വിഷയമായി തന്നെ ഈ സ്വർണ്ണപ്പാളി മോഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും കോടതിയുടെ ഉത്തരവുമൊക്കെ ഇടയാക്കും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഏതൊക്കെ ഉന്നതരുടെ തല ഉരുളും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇരുമുടിക്കെട്ടുമായി എല്ലാവിധ ആചാരങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ഭക്തിപൂർവം അയ്യപ്പനെ കണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഇന്ന്
മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടിയാണ് അയ്യപ്പ സന്നിധാനത്തേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിയത്. ഇന്നലെയാണ് രാഷ്ട്രപതി ശബരിമല ദർശനത്തിനായി തലസ്ഥാനത്തേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 7:30 രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് ഹെലികോപ്റ്ററിലാണ് പത്തനംതിട്ടയിലേക്ക് പോയത്. ആദ്യം റോഡ് മാർഗം പോകും എന്നതൊക്കെയായിരുന്നു വാർത്ത. പിന്നീട് ഹെലികോപ്റ്റർ മാർഗം തിരിക്കുന്നു. നിശ്ചയിച്ചതിലും നേരത്തെ തന്നെ രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെട്ടു. രാവിലെ 9 കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. റോഡ് മാർഗം പിന്നീട് അവിടെ നിന്ന് പമ്പയിലേക്ക് പോവുകയായിരുന്നു. പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രപതിക്ക് സ്വീകരണം നൽകിയത്. പമ്പയിലെത്തി പമ്പാ സ്നാനത്തിന് ശേഷമാണ് കെട്ട് നിറച്ച് ശബരിമലയിലേക്ക് പോയത്. 11:30 സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിച്ചത്. കനത്ത സുരക്ഷയിൽ പോലീസ് ഫോഴ്സിന്റെ ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തിയത്. സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ കൊടിമര ചുവട്ടിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിച്ചത്. അങ്ങനെ പൂർണ്ണ കുംഭം നൽകി മഹേഷ് മോഹനര് തന്ത്രി രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നു. പിന്നീട് ദർശനം നടത്തുന്നു. നമുക്ക് കാണാം രാഷ്ട്രപതിയുടെ കൂടെ ഉണ്ടായിരുന്ന SPG സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഇതുപോലെ ഇരുമുടി കെട്ടുമേന്തിയാണ് സന്നിധാനത്തേക്ക് എത്തിയത്. ശബരിമല ദർശനത്തിന് ശേഷം രാഷ്ട്രപതി പിന്നീട് മാളികപ്പുറത്തും വാവര് നടയിലും ദർശനം നടത്തിയാണ് മടങ്ങിയത്. ഈ ദർശനങ്ങൾക്ക് ശേഷം രാഷ്ട്രപതി മലയിറങ്ങി സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്ര തുടങ്ങിയത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ശബരിമലയിൽ. എന്തായാലും രാഷ്ട്രപതി ശബരിമല ദർശനം എന്നത് ഏറെക്കാലമായി ആഗ്രഹിക്കുന്നതാണ്. ഇടയ്ക്ക് തീരുമാനമെടുത്തിരുന്നുവെങ്കിലും പിന്നീട് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് വലിയ കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കനത്ത മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദർശനത്തിന് അത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചില്ല. യാത്രയുടെ പ്ലാനിങ്ങിൽ മാത്രം ചില ബുദ്ധിമുട്ടുകൾ മാത്രമാണ് കാലാവസ്ഥ മൂലം ഉണ്ടായത്. രാഷ്ട്രപതിയെ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ഹെലികോപ്റ്റർ ആദ്യം നിലയ്ക്കലിറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പെട്ടെന്ന് തീരുമാനം മാറ്റി. തുടർന്ന് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇവിടെ രാവിലെയോടെയായിരുന്നു ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള ഹെലിപ്പാഡിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. പുലർച്ചെയാണ് അതിൻ്റെ കോൺക്രീറ്റ് പോലും നടന്നത്. 12 മണിക്കൂർ സമയം പോലും അത് ഉറയ്ക്കാൻ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 5 അടി മാറി എത്തുന്നു. അത് ഈ കോൺക്രീറ്റിൽ പുതയുന്നു. രാഷ്ട്രപതിക്ക് ലാൻഡിങ്ങിന് ശേഷം രാഷ്ട്രപതി നീങ്ങിയെങ്കിൽ പോലും ഹെലികോപ്റ്ററിൻ്റെ ഒരു വീൽ അവിടെ പുതഞ്ഞു പോയിരുന്നു. അത് പിന്നീട് ഫയർഫോഴ്സും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ തള്ളി മാറ്റിയായിരുന്നു. അത് ഏതാണ്ട് 5 അടിയോളം നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് മാറിയാണ് ലാൻഡ് ചെയ്തത്. അതാണ് കാരണമായി പറയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പിന്നീട് വലിയ രീതിയിൽ പുറത്തേക്ക് വന്നപ്പോൾ അതൊരു സുരക്ഷാ വീഴ്ചയാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നു. വലിയ വിമർശനവും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. ഈ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോയതാണ് പ്രശ്നം എന്നതാണ് വിശദീകരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
പോലീസ് എത്തി ചെല്ലി നീക്കാൻ ശ്രമിക്കുന്നു. മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ വലിയ വിവാദവും ഉണ്ടായി. നമുക്കറിയാം, രാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ടൊക്കെ ട്രയൽ റൺ ഒക്കെ നിരവധി തവണ നടക്കുന്നതാണ്. എ പ്ലാനും ബി പ്ലാനും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതാണ് വലിയ ചോദ്യമായി ഉയരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടും എന്ന വിവരങ്ങളാണ് വരുന്നത്. ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയർ എങ്ങനെ സിമന്റിൽ പൊതിഞ്ഞു പോയി, എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദീകരണം തേടും. DGPയോടും ചീഫ് സെക്രട്ടറിയോടും വിശദീകരണം തേടും എന്ന വിവരമാണ് വരുന്നത്. അതേസമയം ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഇക്കാര്യത്തിൽ സർക്കാർ പറയുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല. നിലയ്ക്കലിൽ നിന്ന് മാറ്റി പ്രമാടത്താണ് ഈ ഹെലികോപ്റ്റർ ഇറങ്ങുക എന്ന് തീരുമാനിച്ചത് അവസാന നിമിഷമാണ്. അതുകൊണ്ട് ആണ് ഇത് സംഭവിച്ചത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പകരം നിശ്ചയിച്ചിരുന്നത് റോഡ് മാർഗമുള്ള യാത്രയായിരുന്നു. അതും മാറ്റിക്കൊണ്ടാണ് ഇവിടെ പ്രമാടത്ത് ഇറങ്ങാനുള്ളൊരു തീരുമാനം വരുന്നത്. അതൊരു സുരക്ഷാ വീഴ്ചയല്ല എന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തന്നെ പറയുന്നു. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള ഹെലിപാഡ് വളരെ വൈകി തയ്യാറാക്കി. അത് ഉണങ്ങുന്നതിന് മുൻപ് ലാൻഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് 5 അടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. അതാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് കാരണമാക്കിയത്. ഇത് തള്ളി നേരത്തെ ലാൻഡ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്ക് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ലാൻഡിങ്ങിനോ രാഷ്ട്രപതിയുടെ യാത്രയ്ക്കോ ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിട്ടില്ല എന്നതുകൂടി പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറയുകയാണ്. അതേസമയം ഫയർഫോഴ്സ് ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചിടത്താണ് ഹെലിപാഡ് ഇറക്കിയതെന്ന് ആണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെയൊക്കെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. രാത്രി ഏറെ വൈകിയാണ് ഇവിടം കോൺക്രീറ്റ് ചെയ്തത്. ചെളിയും പൊടിപടലങ്ങളും ഒഴിവാക്കാനുള്ള ക്രമീകരണമാണ് ആവശ്യപ്പെട്ടത്. ഫയർഫോഴ്സ് ജീവനക്കാരുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രവർത്തികൾ പൂർത്തിയാക്കിയതെന്നും അവർ പറയുന്നു. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അത് സാങ്കേതികമായി തീരുമാനങ്ങൾ മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതൊരു സുരക്ഷാ വീഴ്ചയല്ല എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്. എന്തായാലും അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ശുഭകരമായിട്ടാണ് അവസാനിച്ചത്. വളരെ ഭക്തിയോടുകൂടി രാഷ്ട്രപതി ആഗ്രഹിച്ച പ്രകാരമുള്ള ഒരു സന്ദർശനം ഇന്ന് അവിടെ സാധ്യമായിരിക്കുന്നു. എല്ലാ വിധത്തിലുമുള്ള ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി അവിടേക്ക് എത്തിയത്. 50 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് രാഷ്ട്രത്തിൻ്റെ ഒരു പ്രഥമ പൗര അവിടെ ശബരിമലയിൽ ദർശനം നടത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇന്ന് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഈ അയ്യപ്പ ദർശനം തന്നെയാണ്, ശബരിമല ദർശനം തന്നെയാണ്. എന്തായാലും ആ ദർശന പുണ്യം നേടിക്കൊണ്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് രാഷ്ട്രപതി. ഇപ്പോൾ 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി എത്തിയിരിക്കുന്നത്. മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. PM ശ്രീയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് CPI. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുടർന്ന അതേ എതിർപ്പ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPI തുടരുന്നുണ്ടായിരുന്നു. ആ നിലപാട് അല്പം കൂടി കടുപ്പിച്ചിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിലും CPI മന്ത്രിമാർ ഇന്ന് ഈ നിലപാട് അറിയിച്ചു. കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കാനാകില്ല എന്നതാണ് CPI ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കാൻ നേരത്തെ തന്നെ യോഗം ചേർന്ന് തീരുമാനം എടുത്തിരുന്നു. മന്ത്രിസഭാ യോഗത്തിലോ LDFിലോ ചർച്ച ചെയ്യാതെ ഫണ്ട് മാത്രം ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പാക്കുന്നത് ഇടത് നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ് CPI മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായ അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയായ രീതിയല്ല എന്ന കാര്യവും CPI ചൂണ്ടിക്കാട്ടി എന്നതാണ് വരുന്ന വിവരം. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വീട്ടിലാണ് പാർട്ടി മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നത്. ഇങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊള്ളേണ്ടുന്ന നിലപാട് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തുകയും ആയിരുന്നു. ഇത് 2ാം വട്ടമാണ് CPI മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പുന്നയിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഈ PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കാൻ CPM തീരുമാനം എടുത്തിരുന്നതാണ്.
CPM-ന്റെ അനുമതിയോടുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യം തീരുമാനിക്കുകയും അന്നത്തെ വകുപ്പ് സെക്രട്ടറി കേന്ദ്രത്തെ ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിശക്തമായ പ്രതിഷേധം CPI യോഗത്തിൽ ഉയർത്തുന്നു. അങ്ങനെ ആ തീരുമാനം അവിടെ വെച്ച് മരവിപ്പിക്കപ്പെടുകയായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ശക്തമായ വിയോജിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് CPI ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും നവീകരണ പദ്ധതികൾ നടപ്പാക്കുക എന്നതൊക്കെയാണ് ഈ PM ശ്രീ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അതാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് PM ശ്രീ. അപ്പോൾ ഈ PM ശ്രീ പദ്ധതി കുട്ടികളുടെ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്, ഒപ്പം അവരുടെ പല വിധത്തിലുള്ള ശേഷികൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് ലൈബ്രറി ഗ്രാന്റ്, സ്പോർട്സ് ഗ്രാന്റ്, അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക സഹായങ്ങൾ, ബാലവാടിക ഉൾപ്പെടെ ശിശു സംരക്ഷണവും പ്രാഥമിക വിദ്യാഭ്യാസവും ഉറപ്പാക്കാനുള്ള നടപടികളൊക്കെ PM ശ്രീ വിഭാവനം ചെയ്യുന്നതാണ്. സ്മാർട്ട് ക്ലാസ് മുറികൾ, ഡിജിറ്റൽ ലൈബ്രറി സംവിധാനങ്ങളൊക്കെയും പഠനത്തിന് ഈ പദ്ധതി പ്രകാരം ഒരുക്കും. ഇടവേളകളിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാനും കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നീക്കാനും കഴിയും. കുട്ടികളെ തൊഴിൽ ചെയ്യാൻ കൂടി പ്രാപ്തരാക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസവും വ്യാവസായിക മനുഷ്യശേഷി ആവശ്യകത തുടങ്ങിയവയൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് PM ശ്രീ. അപ്പോൾ ഇതിൽ കേരളവും ബംഗാളും ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ, ഈ 3 സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ ഇതിൽ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളം PM ശ്രീയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് കേരളത്തിനുണ്ടാകുന്നത് വലിയ നഷ്ടമാണ്. 3 വർഷമായി തുടരുന്ന എതിർപ്പ് കേരളത്തിനുണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പദ്ധതിയിൽ ചേർന്നാൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. ഇതാണ് കേരളത്തെ പിന്നോട്ടടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് മുഖ്യ കാരണവും ഇതാണ്. ഇതിലൂടെ, ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ഇവരെ പിന്നോട്ട് വലിക്കുന്ന എതിർപ്പിനുള്ള പ്രധാനപ്പെട്ട കാരണം. PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് ഓരോ സ്കൂളുകൾക്ക് മുന്നിലും വെക്കേണ്ടി വരും. ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് അങ്ങനെ ഒരു ബോർഡ് വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും ഇത്തരം നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇത്തരത്തിലുള്ള ബ്രാൻഡിംഗ്, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഭാഗമാകുന്നതിനെതിരെയുള്ള എതിർപ്പ് പല പദ്ധതികളുമായി ബന്ധപ്പെട്ടും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണ്. വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫണ്ട് വിഹിതം അനുവദിക്കാതെ കേന്ദ്രം കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിന് ഏതാണ്ട് 1186 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അത് 2023-24 280 കോടി, ഒപ്പം തന്നെ അതിനുശേഷം കഴിഞ്ഞ അധ്യയന വർഷത്തിലെ 513 കോടി, ഈ അധ്യയന വർഷത്തിൻ്റെ ആദ്യ ഘട്ടത്തിലെ പണം, ഇതൊക്കെയും കേരളത്തിന് ഈ പദ്ധതിയുടെ ഭാഗമാകാതെ നഷ്ടപ്പെടുന്ന പണമാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിക്കേണ്ടുന്ന പണമാണ്. ആ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുത്തേണ്ടുന്ന പണമാണ്. അപ്പോൾ ഈ ഫണ്ട് നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന ഈ സ്കൂളുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടും മറ്റ് പദ്ധതികൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ കേരളത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം. അതിൽ ഭാഗമാകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഈ ഫണ്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് സംജാതമായിരിക്കുന്നു. പക്ഷേ ഇത് കാവ്യവൽക്കരണത്തിനുള്ള ശ്രമമാണെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ അത് കാവ്യവൽക്കരണത്തിന് വഴിയൊരുക്കലാകുമെന്നും ഫണ്ട് മാത്രം വാങ്ങി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPI ഇപ്പോൾ എതിർപ്പ് ശക്തമാക്കിയിരിക്കുന്നത്. അതാണ് ഈ ഒരു ഭിന്നിപ്പിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഈ എതിർപ്പിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് CPI ആവർത്തിച്ച് പറയുകയാണ്. ബിനോയ് വിശ്വം അത് ഇന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിന് അനുകൂലിച്ച് രംഗത്ത് വരുമ്പോൾ MA ബേബിയുടെ വാക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇന്ന് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല, ദേശീയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്.
PMC എന്ന് പറയുന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് RSSന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള കുറുക്ക് വഴിയാണ് NEP. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർക്കുന്നത്. ഞാൻ CPIMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ബേബിയുടെ പ്രസ്താവന ഞാൻ കേട്ടു. സഖാവ് ബേബി ഖണ്ഡിതമായി പറഞ്ഞു NEP നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന്. ആ നിലപാടിന് CPI പിന്താങ്ങുന്നു. ഇന്നലെ MP ഗോവിന്ദനെ ഇത് ചോദിച്ചപ്പോൾ എന്ത് CPI എന്ന് ചോദിച്ചു. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊരു ഒരു പുച്ഛവും പരിഹാസവും പറയുന്നത് ഉചിതമാണോ? ഗോവിന്ദ മാഷിന് ചോദിക്കാൻ വഴിയില്ല. അല്ല അങ്ങനെ TV യിൽ വന്നല്ലോ. ചോദിക്കാൻ വഴി ഞാൻ കേട്ടില്ല, കണ്ടില്ല. ചോദിക്കാൻ വഴിയില്ല. ചോദിച്ചാൽ എന്താണ് CPIയുടെ മറുപടി എന്നുള്ളത്? ചോദിച്ചാൽ അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. അപ്പോൾ ഇത് കാവ്യവൽക്കരണത്തിലേക്കുള്ള വഴിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വലിയ എതിർപ്പ് CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ CPM BJP ബന്ധത്തിന് ഉദാഹരണമായൊക്കെ കോൺഗ്രസിലെ പലരും ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ടുന്ന പണം എന്നത് കേരളത്തിൻ്റെ അവകാശമാണ്, കേരളത്തിൻ്റെ നികുതി പണമാണ്. അത് കെട്ടുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നൊരു കാര്യം പറയുന്നു. അതിലൂടെ RSS വൽക്കരണം സാധ്യമാകില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നിരുന്നത്. ഒപ്പം തന്നെ CPMനും CPIക്കും ഇടയിലുള്ള ഒരു ഭിന്നത മുതലെടുക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതൊരു തരത്തിൽ CPIയെ ക്ഷണിക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ സഹിച്ച് എന്തിനവിടെ തുടരണം എന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJPയുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല. പക്ഷേ CPM BJP ഡീലിന്റെ ഭാഗമാണ് ഇതെന്ന വിമർശനമാണ് KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സിലബസിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന കാര്യം കൂടി KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP CPM ഡീലിൻ്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM-ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. കോൺഗ്രസ് നടപ്പിലാക്കുന്നു എന്ന് ഒരു തെറ്റായ ധാരണയാണ്. കർണാടകത്തിൽ 2021 നടപ്പാക്കിയത്. അന്നേരം കോൺഗ്രസ് ഗവൺമെൻറ് അല്ല, BJP ഗവൺമെൻറ്റുള്ള കാലത്താണ്. തെലങ്കാനയിലും BJP ഗവൺമെൻറ്. പക്ഷേ വളരെ കൃത്യമാണ്, ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലും അതുപോലെ കരിക്കുലത്തിലും സംഘപരിവാർ അജണ്ട വെച്ച് നിർത്തുന്ന ഒരു നടപടിയെയും കോൺഗ്രസ് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയി, കോൺഗ്രസ് ഗവൺമെൻറ് സഹകരിച്ച് മുന്നോട്ട് പോയില്ല എന്ന് വ്യക്തമാണ്. നടപ്പിലാക്കിയത് BJP ഗവൺമെൻറ്. അപ്പോൾ PM-ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സമസ്ത കൂടി രംഗത്ത് വരുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലാണ് വലിയ വിമർശനമുള്ളത്. ഈ സർക്കാരിൻ്റെ PM-ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള ഈ തിടുക്കം ആപത്കരം എന്നതാണ് സുപ്രഭാതത്തിൽ പറയുന്നത്. മാത്രവുമല്ല, സാമൂഹിക അന്തരീക്ഷം മലീമസമാക്കും, അത് മതേതരത്വത്തിന് ഭീഷണി ഉയർത്തും തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര ഫണ്ട് വാങ്ങുന്നത് പോലെയല്ല, മറ്റു വകുപ്പുകളിൽ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നത് പോലെയല്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഈ ഫണ്ട് വാങ്ങുകയാണ് എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് സമസ്ത നൽകുന്ന മുന്നറിയിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അത് സുപ്രഭാതത്തിലൂടെയാണ്, മുഖപത്രമായ സുപ്രഭാതത്തിലൂടെയാണ് സമസ്ത ഇത്തരമൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ വലിയ ഭിന്നത ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഉയരുന്ന എതിർപ്പിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. അത് കാവ്യവൽക്കരണം വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് PM-ശ്രീ പദ്ധതി. അത് നടപ്പിലാക്കുകയാണെങ്കിൽ ഫണ്ട് മാത്രം വാങ്ങി അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് സാധ്യമല്ല. ആ കാവ്യവൽക്കരണത്തിൽ നിന്നുകൊടുക്കലാകും. അത് CPM BJP ബാന്ധവത്തിന് ഉദാഹരണം എന്ന നിലയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായി വരുന്ന അവകാശപ്പെട്ട ഫണ്ട് നഷ്ടപ്പെടുന്നു എന്ന വലിയ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, സാമ്പത്തികമായി എല്ലാ വിധത്തിലും കേരളത്തെ ചുരുക്കാനുള്ള പദ്ധതികൾ കേന്ദ്രം ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ തുടർന്നു വന്നിട്ടുള്ള മേന്മ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു ഘടകമായി മാറും. അതിനെ മറികടക്കുക എന്നതാണ് സർക്കാർ ഇതിൽ ഒപ്പിട്ടുകൊണ്ട്, എന്നാൽ ഈ മറ്റ് കാര്യങ്ങളിൽ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം
എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രമിക്കുന്നത്. പക്ഷേ CPI തന്നെ അതിനെതിരെ ഘടകകക്ഷിയായ CPI തന്നെ രംഗത്തു വരികയും എങ്ങനെയാണോ 3 വർഷം മുൻപ് വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തിയത് സമാനമായ നിലയിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ആ വിമർശനം ഉയരുകയും ചെയ്യുന്ന ഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്നത്. വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകണം എന്നത് വളരെ അനിവാര്യമായി വരുമ്പോൾ CPI ഇനി പിന്മാറുമോ? പക്ഷേ ഇന്നത്തെ അവരുടെ പ്രതികരണങ്ങൾ അത്തരം സൂചന നൽകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും വിട്ടുനിൽക്കേണ്ടി വരുമോ? ഇനി തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ PM ശ്രീയിൽ അംഗമായിക്കൊണ്ട് കാവ്യവൽക്കരണത്തിന് വഴിവെച്ചു എന്ന ഒരു ആക്ഷേപം കേൾക്കാൻ ഈ ഘട്ടത്തിൽ നിന്നു കൊടുക്കണമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. എന്തായാലും സർക്കാർ എന്ത് തീരുമാനം എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അക്കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി കേരളവും തമിഴ്നാടും ബംഗാളും മാത്രമാണ് ഇതിൽ വിട്ടുനിൽക്കുന്നത്. എത്ര നാൾ കേരളത്തിന് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനാകും എന്നതാണ് ഉയരുന്ന ചോദ്യം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് നടത്താൻ പോകുന്ന കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ട്രംപിന് എന്ത് പങ്കുവഹിക്കാനാകും? ഒരു പക്ഷേ ഇപ്പോൾ ഗാസയിൽ ഒരു സമാധാന കരാറിന് ട്രംപിന്റെ നേതൃത്വത്തിൽ സാധ്യമായിരിക്കുന്നു. അത് വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നല്ല, അപ്പോൾ പോലും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ട്രംപ് ഇനി ലക്ഷ്യമിടുന്നത് യുക്രൈൻ യുദ്ധ പരിഹാരത്തിനാണ്, റഷ്യ യുക്രൈൻ യുദ്ധ പരിഹാരത്തിനാണ് എന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ട്രംപ് തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഈ നടക്കാൻ പോകുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് അത്രമേൽ പ്രാധാന്യം അന്താരാഷ്ട്ര സമൂഹം കൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ച മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ച മുടങ്ങിയത് എന്നത് സംബന്ധിച്ച് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടക്കാനിരുന്ന ഈ കൂടിക്കാഴ്ച എങ്ങനെ മുടങ്ങി എന്നത് സംബന്ധിച്ച് 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ട്രംപ് പറയുന്നത് താൻ തന്നെ പിന്മാറി എന്നതാണ്. തനിക്ക് അനാവശ്യമായി സമയം കളയാനില്ല എന്നത് ചൂണ്ടിക്കാട്ടി താൻ പിന്മാറി എന്നതാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സമയം പാഴാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നതായിരുന്നു ട്രംപിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളിലെ ഏറ്റവും പുതിയ പ്രതികരണമാണ് ഇങ്ങനെ വരുന്നത്. അത് ട്രംപ് ഈ വിഷയം ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ എന്ന് പോലും സംശയം തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ച് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു എന്നത് സ്ഥിരീകരിക്കുന്നത്. അത് പുടിനുമായൊക്കെ നടത്തിയ ആശയവിനിമയത്തിന് ടെലഫോണിലൂടെ നടത്തിയ ആശയവിനിമയത്തിന് ശേഷമാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം സൃഷ്ടിക്കപ്പെട്ടത്. അത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ട്രംപ് തന്നെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അത് തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുടിൻ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. ഈ ആശയവിനിമയത്തിൽ അത് ട്രംപിനെ പ്രകോപിപ്പിച്ചു എന്നും മനസ്സിലാകുന്നു. ട്രംപ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പുടിൻ തയ്യാറായിട്ടില്ല. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അങ്ങനെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പുടിനുമായി ചർച്ച നടത്തി സമയം കളയുന്നത് എന്തിന് എന്നൊരു നിലപാടിലേക്ക് ട്രംപ് എത്തുകയായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കൂടിക്കാഴ്ച ഇനി ഭാവിയിലൊന്നും നടക്കാനുള്ള സാധ്യതയില്ല എന്ന സൂചനകൾ കൂടിയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പാഴാകുന്ന മീറ്റിങ്ങുകൾ തനിക്ക് ആവശ്യമില്ല എന്ന പ്രസ്താവനയാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. യുദ്ധമുഖത്ത് നിന്ന് പിന്മാറാൻ മോസ്കോ തയ്യാറാകാത്തതാണ് ട്രംപിനെ ഈ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാക്സിമലിസ്റ്റ് നയമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുടിൻ എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അത് താൻ ഈ യുദ്ധത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഏതാണ്ട് 4 വർഷത്തേക്ക് എത്തുകയാണ്. ഈ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടു നൽകില്ല എന്നതാണ് പുടിൻ്റെ നിലപാട്. അതിൽ പുടിൻ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ചില നീക്കുപോക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്നത് ട്രംപ് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് പുടിൻ യാതൊരു കാരണവശാലും വഴങ്ങില്ല എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച പോലും അവസാനിപ്പിക്കേണ്ടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് നമുക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിവരുന്ന എല്ലാ ശ്രമങ്ങളുടെയും ഒരു അവസാനമാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന സംശയം പോലും ഉണ്ടാവുകയാണ്. എന്നാൽ പിന്മാറിയത് പുടിൻ തന്നെ എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പുടിൻ്റെ പിന്മാറ്റമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഈ ചർച്ച മുടങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. പോളണ്ടിൻ്റെ ഭീഷണിയാണ് അതിന് കാരണം എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം
അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉള്ള വ്യക്തിയാണ്. നമുക്കറിയാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അപ്പോൾ പോളണ്ടിന് മുകളിലൂടെ യാത്ര ചെയ്യുകയാണ് എങ്കിൽ പുടിനെ അറസ്റ്റ് ചെയ്യുമെന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ യാത്ര, ബുഡാപെസ്റ്റിലേക്കുള്ള യാത്ര വേണ്ട എന്ന് വെച്ചു. മോസ്കോയ്ക്കും ഹംഗറിക്കും ഇടയിലുള്ള ബുഡാപെസ്റ്റിലെത്തുമ്പോൾ, അതിൻ്റെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെത്തണമെങ്കിൽ പോളണ്ടിലൂടെ യാത്ര ചെയ്യണം. അതുകൊണ്ട് പുടിൻ ആ യാത്ര വേണ്ട എന്ന് വെച്ചു എന്നതാണ് ഇപ്പോൾ ഒരു വിഭാഗം അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. അങ്ങനെ പുടിൻ ഒഴിഞ്ഞു മാറിയതാണ് ഈ കൂടിക്കാഴ്ച നടക്കാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും പുടിൻ വരുത്തിയിട്ടില്ല. റഷ്യ യുക്രൈനിലേക്ക് നടത്തിയ അധിനിവേശം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും പുടിൻ തയ്യാറാകുന്നില്ല എന്നത് ട്രംപിനെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പിടിച്ചടക്കിയ യാതൊരു സ്ഥലങ്ങളും പുടിൻ വിട്ടു നൽകില്ല എന്ന് നേരത്തെ തന്നെ ചർച്ചകളിലൂടെ ട്രംപ് മനസ്സിലാക്കിയിരുന്നു. ആ സന്ദേശം ട്രംപ് വ്ളാഡിമിർ സെലൻസ്കിക്ക് നൽകുകയും ചെയ്തു. പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അവർക്ക് തന്നെ കൊടുക്കേണ്ടി വരും എന്ന ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ട്രംപ് നേരത്തെ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല, ട്രംപും സെലൻസ്കിയുമായി നടത്തിയ ചർച്ച, അതിനുശേഷം വളരെ നിരാശനായാണ് സെലൻസ്കി മടങ്ങിയത്. ടോം ഹോക്ക് ആയുധങ്ങൾ, മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സ്വന്തമാക്കാം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ട്രംപുമായുള്ള ചർച്ചയ്ക്ക് സെലൻസ്കി എത്തിയതെങ്കിലും അതിൽ അനുകൂലമായിരുന്നില്ല ട്രംപിന്റെ നിലപാട്. കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉറപ്പും ട്രംപ് സെലൻസ്കിക്ക് നൽകിയില്ല. മാത്രവുമല്ല, പിടിച്ചെടുത്ത സ്ഥലങ്ങൾ റഷ്യയ്ക്ക് തന്നെ കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ആ കൂടിക്കാഴ്ച വളരെ നിരാശാജനകമായിരുന്നു എന്നൊരു അഭിപ്രായം സെലൻസ്കി തന്നെ മുന്നോട്ട് വെക്കുന്നു. ഇന്ന് പുടിനുമായുള്ള കൂടിക്കാഴ്ച നടക്കും എന്ന ഘട്ടത്തിൽ യുക്രൈൻ്റെ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ട് ട്രംപിനെതിരെ രംഗത്ത് വരുന്നുണ്ടായിരുന്നു. കാരണം സ്ഥലങ്ങൾ പിടിച്ചടക്കിയ, അധിനിവേശം കാട്ടി പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പുടിന് തന്നെ കൊടുക്കണം എന്ന് ട്രംപ് പറയുന്നു എന്നതിനെതിരെയാണ് യുക്രൈനിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ തന്നെ രംഗത്ത് വന്നത്. നേരത്തെ സെലൻസ്കിയും അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെ യുക്രൈനും ട്രംപിന് ഇടയിൽ വിള്ളൽ വീണിരിക്കുന്നു. പുടിൻ അയയാത്തതാണ് ആ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. പുടിൻ്റെ ആ നിലപാട് അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ താൻ എന്തിന് കൂടിക്കാഴ്ച നടത്തണം എന്നതാണ് ട്രംപ് തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ സമയം കളയേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്തുകയായിരുന്നു. അലാസ്കയിൽ പുടിനുമായി ട്രംപ് ചർച്ച നടത്തിയാണ് ഈ സമാധാന നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 2 മാസം മുമ്പ് അവിടെ അലാസ്കയിൽ നടന്ന ചർച്ചയിൽ വളരെ ഊഷ്മളമായ ബന്ധമാണ് പുടിനും ട്രംപും തമ്മിലുണ്ടായിരുന്നത്. പക്ഷേ റിസൾട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു. ആ ഊഷ്മള സൗഹൃദത്തിൻ്റെ ദൃശ്യങ്ങൾ മാത്രമായിരുന്നു ഫലമായിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പക്ഷേ ചർച്ചകൾ പുരോഗമിക്കും എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ബുഡാപെസ്റ്റിൽ നടക്കുമെന്ന് കരുതിയിരുന്ന ചർച്ചയാണ് ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തൊന്നും അത്തരം ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന വിവരങ്ങളും ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നില്ല. അത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം ഉടനൊന്നുമില്ല, അല്ലെങ്കിൽ യുദ്ധം നിർത്തുന്നതിലേക്ക് കാര്യങ്ങൾ ഉടനൊന്നും എത്തില്ല എന്നതിൻ്റെ വലിയ സൂചനകൾ തന്നെയാണ്. അത് ആശങ്കപ്പെടുത്തുന്നതുമാണ്. തീരുവ വിഷയത്തിൽ ഇന്ത്യക്ക് മുന്നിൽ ട്രംപ് മുട്ടുമടങ്ങുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. നമുക്കറിയാം 25% തീരുവ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ 25%, അങ്ങനെ 50% തീരുവയാണ് ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ തീരുവ ഗണത്തിലാണ് ഇത് പെടുന്നത്. അങ്ങനെ ഏറ്റവും വലിയ തീരുവയുടെ പ്രഹരം ഇന്ത്യ സഹിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ നിലപാടിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോകുന്നു എന്നതാണ് ഇന്ത്യക്ക് ആശ്വാസമായ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. അത് 15 മുതൽ 16% ആ തീരുവ വെട്ടിക്കുറച്ചേക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന വ്യാപാര കരാറിലേക്ക് ഇരു രാഷ്ട്രങ്ങളും ഉടൻ എത്തിച്ചേരും എന്ന ശുഭകരമായ വാർത്തയും വരുന്നുണ്ട്. വ്യാപാര കരാർ സംബന്ധിച്ച് ഇന്ത്യയും US-ഉം തമ്മിലെ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ചെറിയ വിട്ടുവീഴ്ച ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെ ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അങ്ങനെ ട്രംപ് ഈ തീരുവ, ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ പിഴ തീരുവ ഒഴിവാക്കുകയും ആ തീരുവ 15 മുതൽ 16% വരെ ആക്കാനും ശ്രമം നടക്കുന്നു എന്നതാണ്
ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള പ്രതികരണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധയോടുകൂടി കാണണം. കാരണം ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല, പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കരാറിലേക്ക് അല്ലെങ്കിൽ തീരുവ വെട്ടിക്കുറയ്ക്കലിലേക്ക് എത്തും എന്നത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് സോഴ്സിനെ ഉദ്ധരിച്ചാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ദീപാവലി ആശംസ അർപ്പിക്കാനാണ് ട്രംപ് വിളിച്ചത്. ദീപാവലി ആശംസിച്ചു എന്ന കാര്യം ട്രംപും വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം പ്രധാനമായും വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തങ്ങൾ സംസാരിച്ചത് എന്നത് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയും ചെയ്തു. അത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ഇന്ത്യ വെട്ടിക്കുറയ്ക്കും എന്ന ഉറപ്പ് നരേന്ദ്രമോദി തനിക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ട്രംപ് അക്കാര്യം ആവർത്തിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ സൂചനകൾ നൽകുകയും ചെയ്തത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു സൂചന എന്ന് പറയുന്നത്. പക്ഷേ ഈ കാര്യം മോദിയും ട്രംപും സംസാരിച്ചു എന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ഥിരീകരിക്കുന്നുണ്ട്. ദീപാവലി ആശംസയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി എക്സിൽ ഇക്കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ് ചർച്ച ചെയ്തതെന്ന് സംബന്ധിച്ച് പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഈ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് കൊടുത്തു എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും പ്രധാനമന്ത്രി അക്കാര്യങ്ങളിൽ മൗനം തുടരുകയാണ്. അതിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ കൂടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് തീരുവ കുറയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. അത് ട്രംപിന്റെ ചില ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എണ്ണ വാങ്ങരുതെന്നാണ്. പക്ഷേ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും ഇന്ത്യ നിർത്തില്ല. പക്ഷേ പടിപടിയായി റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല അമേരിക്കയിൽ നിന്നും സൗദിയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാനുള്ളൊരു തീരുമാനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മാത്രവുമല്ല ഈ വ്യാപാര കരാറുമായി വരുമ്പോൾ അവിടെ ചോളവും മറ്റും ഇറക്കുമതി കൂടുതൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു തീരുമാനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഒപ്പം അമേരിക്കയിൽ നിന്ന് പാചകവാതക ഇറക്കുമതിക്കും ഇന്ത്യ തയ്യാറെടുക്കുന്നു. കൂടുതൽ പാചകവാതക ഇറക്കുമതി കൂട്ടും. അപ്പോൾ വ്യാപാര കമ്മി എന്നത് ട്രംപിന്റെ വലിയ പരാതിയായിരുന്നു. അത് കുറയ്ക്കാനുള്ള ചില വിട്ടുവീഴ്ചകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അമേരിക്കയുടെ ചോളവും സോയാബീനും ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ജനിതക മാറ്റം വരുത്താത്ത നോൺ GI ചോളവും സോയാബീനുമായിരിക്കും ഇന്ത്യ വാങ്ങുക. ഇക്കാര്യത്തിൽ ചൈനയിൽ നിന്ന് വലിയ പണി അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നു. കാരണം ഈ വ്യാപാര തർക്കങ്ങളുടെ പേരിൽ ചൈന അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചോളത്തിൻ്റെയും സോയാബീൻ്റെയും എണ്ണം അളവ് കുറയ്ക്കുകയും അത് വലിയ പ്രഹരം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വിറ്റുപോകാത്ത ചോളവും മറ്റും അമേരിക്കയെ സംബന്ധിച്ച് വിറ്റഴിക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. ഇന്ത്യൻ വിപണി അതിന് ട്രംപിന് ആവശ്യമാണ്. ആ ഒരു ആവശ്യം നമ്മൾ അതിൽ ചില വിട്ടുവീഴ്ചകൾ നൽകുമ്പോൾ ട്രംപിന് അക്കാര്യത്തിൽ സന്തോഷമാകും. അങ്ങനെ ചെറിയ വിട്ടുവീഴ്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഈ വലിയ തീരുവ അമേരിക്ക ചുമത്തുന്നത് ഉണ്ടാക്കിയിരുന്നു. അതിനൊരാശ്വാസമായി തന്നെ കാര്യങ്ങൾ മാറും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവ് നൽകാൻ ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ കഴിയും. ഒപ്പം തന്നെ ഈ തീരുവ കുറയുന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ അനുകൂലമായ സാഹചര്യങ്ങളാകും. പലതരത്തിലുള്ള ഭീഷണികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും ഇന്ത്യ കുലുങ്ങിയിരുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ വരുതിയിലേക്ക് ട്രംപ് എത്തുന്നു. അത് സ്വാഭാവികമായും ചെയ്യേണ്ട ചില വിട്ടുവീഴ്ചകളിലൂടെ സാധ്യമാകുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ അത്തരം തീരുമാനങ്ങൾ ഒഫീഷ്യലായി നമുക്ക് മുന്നിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.